السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك الهدى والتقى والعفاف والغنى. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നമുക്ക് ഏവർക്കും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അവൻ പഠിപ്പിച്ച് നൽകുന്ന അറിവിനനുസരിച്ച് അമലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന ഇരുത്തം ഇഖ്ലാസോടു കൂടിയുള്ള അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമാണ്, അവൻ റഹ്മാനാണ്, വിശാലമായ കാരുണ്യത്തിനുടമയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസിഅത് റഹ്മതി കുല്ല ഷൈ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും എത്തിപ്പിടിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ കാണാം, غلبت رحمتي غضبي أو كما قال عليه الصلاة والسلام. എൻ്റെ ദേഷ്യത്തെ കാരുണ്യം മറികടന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, ആഴമേറിയ വിശാലമായ റഹ്മത്തിനുടമയാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ മഹത്വമേറിയ കാരുണ്യത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പടച്ച് വൃഥാ വിട്ടിട്ടില്ല. ഒന്നും അറിയാത്തവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിട്ടിട്ടില്ല. പകരം നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, റബ്ബിലേക്ക് എത്തുന്ന പാത ഏതാണ് എന്ന് വ്യക്തമാക്കി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെയും മുർസലീങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. 300ഓളം മുർസലീങ്ങൾ, റസൂലുകൾ കടന്നുപോയിട്ടുണ്ട്. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ടോ, വ്യത്യാസമില്ലേ? ആ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. അതിലൊന്ന്, നബിമാർ മുസ്ലിമീങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണ്. നബിമാർ മുസ്ലിമീങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണ്. എന്നാൽ റസൂലുകൾ ശത്രുക്കളുള്ള ഒരു സമുദായത്തിലേക്ക്, കുഫാറുകളുള്ള ഒരു സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം, പലരും ശരിയായിട്ട് പറഞ്ഞതാണ്. മുസ്ലിമീങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നവരാണ് നബിമാർ. റസൂലുകളാകട്ടെ കുഫാറുകളിലേക്ക്, ശത്രുക്കൾ ഉണ്ടാകും റസൂലുകൾക്ക്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയത് 5 മുർസലീങ്ങളെയാണ്, 5 റസൂലുകളെയാണ്. ഉലുൽ അസ്ം, ദൃഢനിശ്ചയുടെ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്ം. ഉലുൽ അസ്മിൻ്റെ ആളുകൾ ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്കുക. അവർ ആരൊക്കെയാണ്? 5 നബിമാരാണ്. മുഹമ്മദുൻ റസൂലുന സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി, നൂഹ് നബി, മൂസ നബി, ഈസാ നബി. ഈ 5 ആളുകളാണ് ഉലുൽ അസ്ം എന്ന് പറയുന്ന പ്രവാചകന്മാർ, റസൂലുകൾ. ഇതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠനാക്കിയത് നമ്മുടെ റസൂലിനെയാണ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമുദായത്തിലേക്ക് അയച്ചത് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഏതേത് സമുദായമുണ്ടോ അവരിലേക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകൾ അയച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂൽ. എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ അയച്ചിട്ടുണ്ട്. അതിലവസാനമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഖാതമുൽ അംബിയ, നബിമാരിൽ അവസാനക്കാരൻ നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ നുബുവത്ത് ലഭിക്കുന്ന അന്ന് വരെ മക്കക്കാർക്ക് പ്രിയങ്കരനായിരുന്ന നബി. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതോടുകൂടി അവർക്ക് ആരോരല്ലാതായി മാറി. അല്ലമീനായിരുന്ന നബി പിന്നീട് സാഹിറും കാദിബും ഷാഇറക്കായി മാറി. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത് ഒറ്റ കാരണത്താൽ, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, ശരിയായ ദീൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുത്ത ഒറ്റ കാരണത്താൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഏറ്റവും മോശക്കാരനായി മാറി. അങ്ങനെ 23 വർഷങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിന് അവിടുത്തെ ദീൻ പൂർത്തീകരിച്ച് നൽകി. ഒരു അറഫ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ ഞാൻ പൂർത്തീകരിച്ചു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനിനെ ഇസ്ലാമിനെ ദീനായി മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു. 23 വർഷങ്ങൾ കൊണ്ട്. ഇത് ഇസ്ലാമിൻ്റെ മേന്മതയാണ് അല്ലെ? എന്ന് ചില ആളുകൾ ചോദിക്കും, എല്ലാത്തിലും അവർക്ക് ദീനുണ്ട്, എന്ത് പറഞ്ഞാലും ദീൻ നോക്കാനേ സമയമുള്ളൂ. അങ്ങനെയാണ് നമ്മളെ മതം? അൽഹംദുലില്ലാ. വേറെ ഏത് ദീനിനാണ്, വേറെ ഏത് പ്രത്യയ ശാസ്ത്രത്തിനാണ്, വേറെ ഏത് ആളുകൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്ന ഒരു മാർഗത്തിനാണ് ഇത് അവകാശപ്പെടാനുള്ളത്? കേവലം 23 വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം എവിടെയെല്ലാം എത്തിപ്പെടുമോ അവിടെയെല്ലാം ചില ഉസൂലുകളും ചില അടിസ്ഥാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി നൽകിയിട്ടുണ്ട്. ഇത് മാത്രം മതി ശരിക്കും ഒരുവൻ ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ. അതൊരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ, സാധിക്കുന്ന കാര്യമല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചിലപ്പോൾ മറ്റൊരുത്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. പക്ഷെ 23 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം എത്തിപ്പെടുന്ന എല്ലാ സ്ഥലത്തും ചില അടിസ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി നൽകി. ആ നിയമമാക്കിയതിലാകട്ടെ ഒരു പോരായ്മയും ഒരാൾക്കും കാണാൻ സാധിക്കുകയില്ല. ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിപ്പോൾ ചില ആളുകൾ അവകാശപ്പെടുന്നുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് ആദ്യം വരേണ്ടത് ആരായിരുന്നു? മക്കയിലെ ഖുറൈശികളായിരുന്നു. കാരണം എവിടെയാണ് തെറ്റ് എന്ന് പരതി നടക്കുകയാണ്. ഇസ്ലാമിനെതിരെയും റസൂലിനെതിരെയും യുദ്ധം പ്രഖ്യാപിക്കാൻ, ആശയപരമായ യുദ്ധം. പക്ഷെ അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യം അവിടെ നിർവഹിക്കുകയാണ്. മരിക്കുന്ന ദിവസം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് വിലയേറിയ ഉപദേശങ്ങൾ നൽകിയിട്ടാണ് മടങ്ങിയത്. അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം, അവിടുത്തെ മരണത്തിന് ശേഷം ആ ദൗത്യം ഏറ്റെടുത്തത് സഹാബത്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ റസൂലിനെ തൃപ്തിപ്പെട്ട് നൽകിയ അവിടുത്തെ കൂട്ടാളികൾ, അവർ ഷാമിലേക്കും കൂഫയിലേക്കും ബസറയിലേക്കും മക്കയിലേക്കും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് അവർ യാത്രയായി ഇസ്ലാമിൻ്റെ സന്ദേശവും കൊണ്ട് ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗ അൽ-ലൈലു വൻ-നഹാർ. എവിടെയെല്ലാം രാവും പകലും എത്തുന്നുണ്ടോ അവിടെയെല്ലാം ഈ കാര്യം എത്തും, അള്ളാഹുവിൻ്റെ ദീൻ. ഏറ്റവും നല്ല സഹാബത്തായിരുന്നു അവർ, അലൈഹിം റിദ്വാനുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തൃപ്തിപ്പെടട്ടെ. സഹോദരങ്ങളെ, നാം സലഫിയത്ത് അവകാശപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിലാണ്, സഹാബാക്കളുടെ മാർഗത്തിലാണ് എന്ന് നാം അവകാശപ്പെടുന്നവരാണ്. എങ്കിൽ ഓരോ മുസ്ലിമിന് മേലുള്ള ബാധ്യതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുന്നവരായി മാറണമെന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി, നമ്മുടെ കഴിവ് എത്രയാണോ അത് ഉപയോഗിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ മറ്റാരാണുള്ളത്? ഇമാം അസ്സഅദി പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നു, മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്?
ബിതഅലീമിൽ ജാഹിലീന, അറിവില്ലാത്തവരെ പഠിപ്പിച്ചുകൊണ്ട്, വവഅദിൽ ഗാഫിലീന വൽ മുഅരിദീൻ, ദീനിനെ തൊട്ട് വിട്ടുകളയുന്ന തിരിഞ്ഞു നടക്കുന്ന ആളുകളെ അവർ ഉപദേശിച്ചുകൊണ്ട്, വമുജാദലത്തിൽ മുബ്തിലീൻ, ശുബഹത്തുള്ള ആളുകൾ അവരുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, ബിൽ അംരി ബിഇബാദത്തില്ലാഹ് ബിജമീഇ അൻവാഇഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ആരാധനകൾ എന്തെല്ലാമുണ്ടോ അതിനെ കൊണ്ടെല്ലാം കൽപ്പിച്ചുകൊണ്ടും, വതഹ്സീനിഹ മഹ്മ അംകൻ, എത്രത്തോളം അത് നന്നായി ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നന്നായി ചെയ്യാൻ അവരെ കൽപ്പിച്ചുകൊണ്ടും. ഇതാണ് മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു വമിന ദഅവതി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ദഅവത്തിൽ പെട്ടതാണ് തഹ്ബീബുഹു ഇലാ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ അടിമകളിലേക്ക് ഇഷ്ടമുള്ളവനാക്കുക. റബ്ബിനെ കുറിച്ച് പറഞ്ഞ് അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു നൽകിയ നിഅമത്തുകളെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം അവൻ്റെ അടിമകളുടെ ഖൽബിൽ ഇട്ടുകൊണ്ട് നൽകുന്നതും അതും ദഅവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും, ആ ക്ഷണിച്ചത് മാത്രമല്ല അവൻ ആ ക്ഷണിച്ചതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും നോക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങൾ വെട്ടവനാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ലതായ പ്രവർത്തനം ആരാണ് ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉദ്ഉ ഇലാ സബീലി റബ്ബിക, ഓരോ മുസ്ലിമീങ്ങളോടുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് ആദ്യമായിട്ട് വരിക, പിന്നീട് ഓരോ മുസ്ലിമീങ്ങളും ഉള്ളതാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ അവരെ ക്ഷണിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയുള്ള കാര്യമാണ്. ഫർദാണോ അല്ലേ അത് വേറെ ചർച്ചയാണ്. എന്നാൽ ഓരോ മുസ്ലിമിൻ്റെ മുകളിലും ബാധ്യതയായിട്ടുള്ള കാര്യമാണ് അവൻ തൻ്റെ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അവർ ഹിദായത്തിലാകുന്നത് ഇവന് നന്നായി താല്പര്യം ഉണ്ടാവണം. എനിക്ക് എപ്രകാരം ഹിദായത്ത് ലഭിച്ചുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഞാൻ എപ്രകാരം മനസ്സിലാക്കിയോ, എപ്രകാരം ഈമാനിൻ്റെ മാധുര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞുവോ അപ്രകാരം എൻ്റെ കൂടെയുള്ളവരും അതറിയണം എന്ന് ഓരോരുത്തരും താല്പര്യപ്പെടേണ്ടതുണ്ട്. അതിന് ആഗ്രഹവും ഉണ്ടാവേണ്ടതുണ്ട്. 3 പോയിൻ്റായിട്ടാണ് നമ്മുടെ സംസാരം ഉണ്ടാവുക. ഒന്നാമത്തേത് ജനങ്ങൾ ഹിദായത്തിലാവണം, അല്ലെങ്കിൽ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം എന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഒന്നാമത്തെ ഉണ്ടാവുക. രണ്ടാമത്തേത് ആ മാർഗത്തിൽ ചലിച്ച ചില ആളുകളുടെ ജീവിത ചരിത്രങ്ങൾ. മൂന്നാമത്തേത് എന്തിനു വേണ്ടിയാണ് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണോ എന്ന് നാം ഓർക്കാൻ, അത് നമ്മളിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ട കാര്യങ്ങളും. ആർക്ക് ഉറക്കം പോകുന്നുണ്ടെങ്കിൽ അസറിന് ശേഷമാണ് ഉറക്കൊക്കെ ഉണ്ടാവും. സാധാരണയാണ് മുഖം കേക്ക് വരാം, എങ്ങനെയാണ് ഉറക്കം പോക്കാൻ പറ്റുക, ഒന്നും പ്രശ്നമല്ല. ശാവും. ഒന്നാമത്തേത്, ഞാൻ എന്തിനാണ് ആളുകളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, തഅദീമുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുക. റബ്ബിൻ്റെ മഹത്വം അറിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ട അവകാശങ്ങൾ അത് ലംഘിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിൽ പ്രയാസം ഉണ്ടാവും. ദുനിയാവിൽ തന്നെ നോക്കിയങ്ങൾ, ചില ആളുകൾ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഹക്കുകൾ അത് നൽകാതെ പോയാൽ നമുക്കുണ്ടാവുന്ന പ്രയാസം എത്ര ഉണ്ടാവും. അത് ഓന് കിട്ടേണ്ടതാണ്, ഓനെന്നെ കിട്ടേണ്ടതാണത്, മറ്റോന് എടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലഭിക്കേണ്ട ഹക്കുകൾ അത് ലംഘിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാവുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ അവിടുത്തെ കുറിച്ച് സഹാബാക്കൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചുവന്ന് ഒരു റുമ്മാൻ പഴം പോലെ ആയിരുന്നു ദേഷ്യം കൊണ്ട് എന്ന് റസൂൽ മിമ്പറിൻ്റെ മുകളിൽ കയറും. എന്ന് റസൂൽ പറയും, മാ ബാലു അഖ്വാമിൻ, ഇന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിൻ്റെ ഹക്ക് ലംഘിക്കപ്പെടുമ്പോൾ
അള്ളാഹുവിന് നൽകേണ്ട ഗാംഭീര്യം നൽകപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്യമൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അള്ളാഹു എങ്ങനെയാണ് അർശിൻ്റെ മുകളിലേക്ക് ഉയർന്നത്? അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം ഉയർന്നു എന്നുള്ളത് വിശ്വസിക്കണം, എന്നാൽ കൈഫിയത്ത് അതെപ്രകാരമാണ്, എങ്ങനെയാണ്, അല്ല എങ്ങനെയാണ് ഉയർന്നത് അത് ചോദിക്കാൻ പാടില്ല. കെയ്ഫ് മജ്ഹൂലാണ്, അത് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം സിഫാത്തുകളും അസ്മാഉകളും അവന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതെല്ലാം അഹ്ലുസുന്നത്തും സ്ഥിരീകരിക്കണം. ശരി, ഇമാം മാലിക്കിനോട് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹു അർശിൻ്റെ മുകളിലേക്ക് ഉയർന്നത്? ഇമാം മാലിക്കിനെ കുറിച്ച് പറയപ്പെട്ടത്, അദ്ദേഹം തൻ്റെ കണ്ണുകൾ താഴ്ത്തി, വഅലാഹു റുഹബാ, വിയർപ്പ് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി, എന്തോ പ്രയാസമുള്ളതുപോലെ. അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ്, അതവൻ ചോദിക്കാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അത് അവൻ്റെ കടമകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശങ്ങളിൽപ്പെട്ടതാണ്. അവൻ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുക എന്നുള്ളത്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാം മാലിക് അദ്ദേഹത്തിന് ഭയമുണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാക്യം നമുക്കറിയാവുന്നതാണ്, അൽ ഇസ്തിവാ മഅലൂമുൻ, അല്ലെങ്കിൽ വേറെ റിവായത്തിൽ ഗൈറു മജ്ഹൂലിൻ, ഇസ്തിവ അറിയപ്പെട്ടതാണ്. വൽ കൈഫ് മജ്ഹൂൽ, എങ്ങനെയാണ് എന്നുള്ളത് അത് അറിയാത്തതാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അള്ളാഹു അർശിൻ്റെ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അഹ്, അതിനെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്തുമാണ്. ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണിത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്ലുസുന്നഹ്, അദ്ദേഹത്തെക്കുറിച്ചും പറയപ്പെട്ടു, അദ്ദേഹവും മകൻ അബ്ദുള്ള, ഇമാം അഹ്മദിൻ്റെ മകനാണ് അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ സീറ ഒക്കെ എഴുതിയത് അബ്ദുള്ളയാണ്. അലൈഹിമ റഹ്മത്തുല്ലാഹ്, അള്ളാഹു രണ്ടു പേർക്കും കാരുണ്യം ചെയ്യട്ടെ, മുസ്ലിമത്തിൻ്റെ എല്ലാ ഉലമാക്കൾക്കും. അബ്ദുള്ള പറയാണ്, ഇമാം അഹ്മദിൻ്റെ മകൻ, ഞാനും മാപ്പയും കൂടി ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ, പണ്ട് കഥകൾ പറയുന്ന ആളുകളുണ്ട്, ഹദീസ് എന്നൊക്കെ നോക്കിയിട്ട് കഥകൾ മാത്രം പറഞ്ഞിട്ട് പള്ളി നിസ്കാരം കഴിഞ്ഞ കഥകൾ പറയും, ഖാസ എന്നാണ് പറയുക അറബിയിൽ. അങ്ങനെ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു ദിനം ഈ കഥ പറയുന്ന ഒരു വ്യക്തി, അവൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ശഅബാനിൻ്റെ പകുതിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബിലൻതിഖാലിൻ വല ഇസാല ഔ കമാ ഖാൽ, അള്ളാഹു അവനുള്ള സ്ഥലത്ത് നിന്ന് മാറാതെയാണ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്നത്. എങ്ങനെ? അള്ളാഹു അവനിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മാറാതെയാണ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് റസൂൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ മാറാതെയാണ്, ജവാലില്ലാതെയാണ്, ഇന്തിഖാലില്ലാതെയാണ് എന്നുള്ളതാണ് റസൂൽ പറഞ്ഞിട്ടില്ല. അബ്ദുള്ള പറയുന്നു, ഇമാം അഹ്മദ് വറയ്ക്കാൻ തുടങ്ങി. ഫർതഅദ അബി ഔ അഹ്മദ്, ഇമാം അഹ്മദ് വറയ്ക്കാൻ തുടങ്ങി. എൻ്റെ കൈ അദ്ദേഹം പിടിച്ചു. ഞാൻ ഇമാം അഹ്മദിനെ പിടിച്ചുകൊണ്ടേയിരുന്നു ഒന്ന് ശാന്തനാവുന്നത് വരെ. ഇമാം അഹ്മദിനെ കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. റസൂൽ എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹക്കുകൾ, അവൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അവൻ്റെ അവകാശങ്ങളുടെ മഹത്വം മനസ്സിലാകും. ആ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മുസ്ലിമിന് പ്രയാസം ഉണ്ടാവും, സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോഴും. അതുകൊണ്ടാണ് ഒരു മുഅ്മിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണ് ഒരു മുൻകർ കണ്ടത്, ഒരു തിന്മ കണ്ടത്, ഫൽയുഗയ്യിർഹു ബിയദിഹി, അത് അവൻ്റെ കൈ കൊണ്ടത് അവൻ തടയട്ടെ. ഫഇൻ ലം യസ്തതി', അവൻ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫബിലിസാനിഹി, അവൻ്റെ നാവ് കൊണ്ട് പറയട്ടെ. ഫഇൻ ലം യസ്തതി', ഇനി അതും അവനെ കൊണ്ട് സാധിച്ചില്ല, ഫബിഖൽബിഹി, അവൻ്റെ ഖൽബ് കൊണ്ട്. വദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണത്. അതില്ലാത്തവൻ അവൻ്റെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖുകൾ ലംഘിക്കപ്പെടുന്നു, അവൻ്റെ ഹഖ്ഖുകൾ നൽകപ്പെടുന്നില്ല, മനസ്സിൽ പ്രയാസം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറാ, അള്ളാഹുവിനെ നിങ്ങൾ ഗാംഭീര്യം കാണുന്നില്ലേ, പ്രതീക്ഷിക്കുന്നില്ലേ?
സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മാലക്കും ലാ തുഅദ്ദിമൂന അല്ലാഹ ഹഖ്ക അദമതിഹി, എന്തു പറ്റി നിങ്ങൾ അള്ളാഹുവിന് നൽകേണ്ട ഗാംഭീര്യം, അവന്റെ മഹത്വം നിങ്ങൾ അവന് കൽപ്പിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളുടെ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന് നൽകേണ്ട വില അവനവർ നൽകിയിട്ടില്ല. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ഹക്കുകൾ അതിനെ മഹത്വപ്പെടുത്തണം. അത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയവനെ, അള്ളാഹുവിൻ്റെ മഹത്വം കൽബിലേക്ക് കൊണ്ടുവന്നവനെ അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഹക്കുകളിൽ ഏറ്റവും വലിയ ഹക്ക് എന്താണ്? ഏറ്റവും വലിയ ഹക്ക് എന്താ? അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ ഏറ്റവും വലിയ അവകാശം എന്താണ്? തൗഹീദാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിൽ അദ്ദേഹം പറയുന്നു, കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ വാഹനത്തിൻ്റെ പിന്നിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ചോദിച്ചു, യാ മുആദ്, അല്ലയോ മുആദേ, മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അടിമകളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം എന്താണ്? സുബ്ഹാനല്ലാഹ്, ഇത് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സുന്നത്താണ്. നമ്മളിൽ സ്കൂട്ടർ ഉണ്ടാവും, വാഹനം ഉണ്ടാവും, പിന്നിൽ മക്കളോ അല്ലെ കുടുംബക്കാർ ആരെങ്കിലൊക്കെ കയറുമ്പോൾ അവരോട് ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, യാ മുആദ്, അല്ലയോ മുആദേ, മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അടിമകളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം എന്താണ്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകി, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അടിമകളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം, അവനിൽ പങ്കു ചേർക്കുവാൻ പാടുള്ളതല്ല. വഹഖുൽ ഇബാദി അലല്ലാഹ്, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട ഹഖ് എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക ബിഹി ശൈആ, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിച്ചത് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാനും പാടില്ല. ഇത് അള്ളാഹു അവൻ്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്തതാണ്. ശരി സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ എത്ര മഖാമുകൾ നമ്മൾ കാണുന്നു, അവിടേക്ക് പോകുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ പ്രയാസം ഉണ്ടാവണം, മനസ്സിൽ വിഷമം ഉണ്ടാവണം. കാരണം അള്ളാഹുവിൻ്റെ ഹക്കുകളാണ് ഇവിടെ അവഗണിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച് അവനെ പരിപാലിച്ച് അവന് വേണ്ടതൊക്കെ നൽകി അവസാനം റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ, ഇബാദത്തുകൾ അവൻ നൽകുന്നതാകട്ടെ അള്ളാഹു അല്ലാത്തവർക്കാണ്. പ്രയാസം ഉണ്ടാവണം. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില നാട്ടിലുള്ള അനാചാരങ്ങളെക്കുറിച്ച് പറയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. ഇബ്നു ബാസ് കരയാണ് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട്. അള്ളാഹുവിന് നൽകേണ്ട ഹക്കുകൾ നൽകാത്തതിൻ്റെ കാരണത്താൽ ഇങ്ങനെ പ്രയാസം നമുക്കുണ്ടാവണം. അപ്പം ആദ്യമായിട്ട് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം റബ്ബിൻ്റെ മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ മേൽ, യഥാർത്ഥ ഈമാനിൻ്റെ വക്താവിൻ്റെ മേൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കപ്പെടുക എന്നുള്ളതാണ്. അവൻ്റെ ഹറാമുകൾ നടക്കുക എന്നുള്ളതാണ്. അതിനെക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നു, അവൻ്റെ റസൂൽ കോപിച്ചു. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും അവർ ദേഷ്യപ്പെടേണ്ടതുണ്ട്, അതിൽ പ്രയാസം അനുഭവിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സഹോദരങ്ങളെ, റഹ്മത്താണ്, കാരുണ്യം ഉണ്ടാവണം. വശഫഖത്തു അലൈഹിം, അവരോടൊരു ദയ, അനുകമ്പ, ബാക്കിയുള്ള മനുഷ്യരോട്, ഹിദായത്ത് ലഭിക്കാതെ പോയവരോട് കരുണയും അനുകമ്പയും ദയയും ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ആരാന്നിവിടെ ഇരിക്കുക? നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ അമലുകൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്കിത് അർഹിച്ചതല്ല. എത്ര അള്ളാഹുവിനെ ധിക്കരിച്ചു പോയിരിക്കുന്നു, എത്ര റബ്ബിൻ്റെ കൽപ്പനകൾ അവഗണിച്ച് കളഞ്ഞിരിക്കുന്നു.
എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് നൽകി. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അപ്പം ഇതേ കരുണ നമുക്ക് അവരോടുണ്ടാവണം. അവർക്ക് ലഭിക്കാതെ പോയി എന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കരുണയും ദയയും അനുകമ്പയും ഉണ്ടാവുമ്പോഴേ നമുക്ക് അവരെ ക്ഷണിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ ചെയ്യുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരുണ ചെയ്യും. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ, സുന്നത്തിന്റെ വക്താക്കൾ, അഅലമുന്നാസി ബിൽ ഹഖ്, ഹഖിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത് അവർക്കാണ്. വഅർഹമുഹും ബിൽ ഖൽഖ്, ജനങ്ങളോട്, സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ളതും അവർക്കാണ്. അതുകൊണ്ട് റഹ്മത്ത് ഉണ്ടാവുമ്പോഴേ നമുക്ക് അവരെ ഇതിലേക്ക് ക്ഷണിക്കണം എന്ന തോന്നലുണ്ടാവുള്ളൂ. നമുക്ക് ലഭിച്ചത് അവർക്ക് ലഭിക്കണം. നാം അനുഭവിച്ച ഈമാനിന്റെ മാധുര്യം, ഇവർ പലരും അള്ളാഹിനെ ധിക്കരിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അതിലാണ് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്. പക്ഷെ യഥാർത്ഥ സന്തോഷം അതിലല്ല. അള്ളാഹു തന്നെയാണ് സത്യം. ഈമാനിന്റെ സുഖം പോലെ, ഈമാനിന്റെ സന്തോഷം പോലെ, ഈമാനിന്റെ ആനന്ദം പോലെ ഒരുവനും മറ്റൊന്നും ആസ്വദിക്കാൻ പറ്റൂല. കാരണം എപ്പോഴും നമ്മൾ നോക്കുക കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നതിലേക്കാണ്, അല്ലേ? എന്താണ് കൂടുതൽ നിലനിൽക്കുക എന്നുള്ളതിലേക്കാണ്. എന്തെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിലും ഇതിൽ ലാസ്റ്റിംഗ് ഉണ്ടോ, ഇത് ചൈന ക്വാളിറ്റി ആണോ, അല്ലേ? സന്തോഷം അങ്ങനല്ലേ? ഒരു മുഅ്മിന്റെ സന്തോഷം ആദ്യം പ്രയാസം ഉണ്ടാവും, പക്ഷെ പിന്നീട് ഈമാൻ രുചിയാണ്, മാധുര്യമാണ്. അവന്റെ സന്തോഷം അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. ഖബറിലും സന്തോഷമുണ്ട്, ഖിയാമത്ത് നാളിലും ഭയപ്പെടേണ്ട, അവിടെയും സന്തോഷമുണ്ട്. പിന്നീട് അവൻ കടക്കുന്നതാകട്ടെ സന്തോഷത്തിന്റെ ഭവനത്തിലേക്കാണ്. അതുകൊണ്ട് ഇത് എൻ്റെ കൂടെ നടക്കുന്നവർക്കും ലഭിക്കണം. എനിക്ക് മാത്രം ലഭിച്ചാൽ പോരാ, അവർക്ക് ലഭിക്കാതെ പോയല്ലോ എന്ന കാരുണ്യവും നമ്മളിൽ ഉണ്ടാകണം. മൂന്നാമത്തെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ് ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കണം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, മഅസിയത്തുകൾ ഒഴിവാക്കാൻ, പാപങ്ങൾ ഒഴിവാക്കാൻ, അള്ളാഹുവിൻ്റെ താഅത്തിലായി കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ അവരെ പ്രചോദിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് നിർവഹിക്കൽ നമ്മുടെ മേൽ ബാധ്യതയുമാണ്. അള്ളാഹു എന്തൊന്ന് കൽപ്പിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് കൽപ്പിച്ചോ അതിനെ അതേ രൂപത്തിൽ നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് അമലിലേക്ക് പ്രാവർത്തികമാക്കണം. അതിനാണല്ലോ അള്ളാഹ് കൽപ്പിച്ചത്. അള്ളാഹ് കൽപ്പിച്ച പിന്നെ എന്തിനാ വായിക്കാൻ മാത്രം അല്ല, അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അപ്പോൾ നാം ഒരുവനെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അവിടെ നമുക്ക് വേണ്ട നിയ്യത്ത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പണിയാണ് ഞാൻ എടുക്കുന്നത്. എപ്രകാരം നിസ്കാരം കൊണ്ട് കൽപ്പിച്ചുവോ, നോമ്പ് കൊണ്ട് കൽപ്പിച്ചുവോ, സക്കാത്ത് കൊണ്ട് കൽപ്പിച്ചുവോ, ഹജ്ജ് കൊണ്ട് കൽപ്പിച്ചുവോ, അപ്രകാരം അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യമാണ് ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നിർവഹിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അർറജാ വൽ ഖൗഫ്, പ്രതീക്ഷയും ഭയവുമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിലുള്ള പ്രതീക്ഷ, അത് ചെയ്യാതെ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഒരു സമുദായം മുഴുവനായി ആ ഒരു കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ശിക്ഷ, ഇത് രണ്ടും നമ്മളിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദാ, ആരാണോ ഒരു മനുഷ്യനെ ഹുദയിലേക്ക്, സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചത്, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ ഇത്തബഅഹു, ആരെല്ലാം അവരെ പിൻപറ്റിയോ അതിൻ്റെ എല്ലാം പ്രതിഫലം ഇവനുണ്ടായിരിക്കും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ, അവരുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയേയില്ല. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് എടുത്തിട്ടല്ല അള്ളാഹ് ഇവരെ നൽകുക, രണ്ടുപേർക്കും ഒരേ പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് ശരിക്കും നമ്മെ ദഅവത്തിലേക്ക്,
ജനങ്ങൾക്ക് ഹിദായത്ത് എത്തിച്ചു നൽകാൻ പ്രേരിപ്പിക്കേണ്ട ഹദീസാണ്. എത്ര എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ഇന്നും അവരുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ പ്രതിഫലം, നോമ്പിന്റെ പ്രതിഫലം, സക്കാത്തിന്റെ പ്രതിഫലം, സുന്നത്തായ കർമ്മങ്ങളുടെ പ്രതിഫലം. അവനാകെ ഒന്നേ ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവനെ ക്ഷണിച്ചു എന്നത് മാത്രം. ഈ ഹദീസ് മാത്രമായിരുന്നെങ്കിൽ കൂടി നാം അതിലേക്ക് ശ്രദ്ധ കാണിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇതല്ലാതെ ഒരുപാട് ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പേടി എന്തിൽ നിന്നാണ് വേണ്ടത്? ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലുഇന അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഈസയുടെ നാവ് കൊണ്ടും ദാവൂദിന്റെ നാവ് കൊണ്ടും ബനൂ ഇസ്രായേലരുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. ذلك بما عصوا وكانوا يعتدون. കാരണം അവർ ധിക്കരിച്ചതിന്റെ കാരണമാണത്. എന്താണ് ധിക്കരിച്ചത്? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവർ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ അതിൽ നിന്ന് ആളുകൾ ഇവർ വിലക്കിയിരുന്നില്ല എന്നതുകൊണ്ടാണ്. അതവർക്ക് മാത്രമുള്ളതല്ല, അവരെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഖുർആനിന്റെ ആയത്തുകൾ വന്നു ഭവിക്കുക നമ്മുടെ മേലാണ്. ആരെല്ലാം ഈ കർമ്മം വെടിയുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ, ആ സമുദായത്തെ, ഫർദ് കിഫായാണ്, ആ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് അവർക്ക് വാഗ്ദാനം നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകറ ഫലം യുഗയ്യിറൂ. ജനങ്ങൾ ഒരു തിന്മ കാണുകയും അതിനെ എതിർക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ അവരുടെ മേൽ എല്ലാവരിലേക്കും ഇറക്കുമെന്ന് നാം ഭയക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാലാമത്തേത് റജാഉം ഖൗഫും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷ വേണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കും എന്ന ഭയവും വേണം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷകൾ കൊണ്ട് ഒരു സമുദായത്തെ തന്നെ അവൻ ഇല്ലാതാക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ കപ്പലിൽ മാത്രമുള്ളവർ രക്ഷപ്പെട്ടത്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാ, ചെരുപ്പാണ് അല്ലേ? തലച്ചോറ് തിളക്കുന്ന തരത്തിലുള്ള നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണത്. ആ ശിക്ഷകൾ നമ്മളിലേക്ക് വന്നു ഭവിക്കുമെന്ന് നമുക്ക് പേടി വേണം. അഞ്ചാമതായിട്ട് നമ്മെ ഇതിനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോടുള്ള നുസ്രത്താണിത്, സഹായമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. അള്ളാഹ്ക്ക് സഹായികൾ ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, നമുക്കതിലൂടെ പ്രതിഫലമുണ്ട്. നാം ചെയ്തില്ലേ, ബാക്കിയുള്ള ആളുകൾ ചെയ്തോളും. അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ധിക്കാരത്തെ കൊണ്ട്, അതിന്റെ വിരോധത്തെ കൊണ്ട് കൽപ്പിക്കാൻ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക. ശരി, അള്ളാഹുവിന്റെ സഹായികളായി കഴിഞ്ഞാൽ, അവന്റെ ദീനിനെ സഹായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുണ്ടോ, അവന്റെ ദീനിലേക്കുള്ള ദഅവത്തുമായി മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടോ, അള്ളാഹുവിന്റെ ദീനുള്ള സഹായത്തിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചു കഴിഞ്ഞാൽ യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. യാ അല്ലാഹ്, നമ്മുടെ എന്തെല്ലാം കാര്യത്തിൽ അള്ളാഹിന്റെ സഹായം ഒക്കെ ആവശ്യമാണ്. ഇല്ല, ദുനിയാവിന്റെ ആഖിറത്തിന്റെയും ഒരു കാര്യങ്ങളും നമ്മെ കൊണ്ട് നിർവഹിക്കാൻ സാധിക്കൂല അള്ളാഹിന്റെ സഹായം ഇല്ലാതെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ്. ഹയ്യും ഖയ്യൂമായ റബ്ബേ, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി ഞാൻ എന്നോട് സഹായത്തെ ചോദിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് എളുപ്പമാക്കി തരണേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണേ.
അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒന്നും നിർവഹിക്കൽ നമ്മെ കൊണ്ട് സാധ്യമല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്രയെല്ലാം ആളുകൾ ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്, നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാത്തതുകൊണ്ടാണ്. സാമ്പത്തികമായി നല്ല അവസ്ഥയിലുള്ള ആളുകൾ, എന്നാൽ അവരുടെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് അവരെ കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ചുരുക്കി പറഞ്ഞാൽ അതിനൊക്കെ സഹായം ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് നമുക്ക് എപ്പോഴാണ് ലഭിക്കുക? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചു കഴിഞ്ഞാൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. മരണം വരെ റബ്ബിൻ്റെ ദീനിലായിരിക്കാൻ, ഇസ്തിഖാമത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മടങ്ങാൻ അവൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനും ഇസ്തിഖാമത്തോടുകൂടി റബ്ബിൻ്റെ ദീനിൽ അടിയുറച്ച് നിലനിൽക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഈ 5 കാര്യങ്ങളാണ് എന്തിനാണ് നാം ദഅവത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദഅവത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങളും അല്ലെങ്കിൽ ഇതല്ലാത്ത കാര്യങ്ങളും ജീവിതത്തിൽ വരച്ച് കാണിച്ചു തന്ന മുൻഗാമികൾ നമുക്ക് മുന്നേ കടന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്, എപ്രകാരം അതിൽ ഹിക്മത്ത് ഉപയോഗിക്കണം എന്നെല്ലാം ഇവർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് എത്തിച്ചു നൽകേണ്ട രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു നൽകി. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ വന്നിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഏറെ പ്രയാസമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഏറെ താല്പര്യമുള്ളവനുമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ഏറെ അനുകമ്പയും അതുപോലെ തന്നെ കാരുണ്യവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഹരീസുൻ അലൈക്കും, അവരുടെ കാര്യത്തിൽ മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഖൈറിൽ, അവർക്ക് ശർറ് വരാതിരിക്കാൻ ഇതിനെല്ലാം താല്പര്യമുള്ള വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മസലി വ മസലുൻ നാസ്, എൻ്റെയും ജനങ്ങളുടെയും ഉദാഹരണം എങ്ങനെയാണ്? കമസലി റജുലിൻ ഇസ്തൗഖദ നാറ, ഒരു മനുഷ്യൻ തീ കത്തിച്ചു. ഫലമ്മ അളാഅത് മാ ഹൗലഹു, അങ്ങനെ തീ ഒന്ന് അത് കഠിനമായപ്പോൾ ജഅല അൽ ഫറാശു വഹാദിഹി ദവാബു അല്ലതി തഖഉ ഫി നാരി യഖഅന ഫീഹാ, തീ അണച്ചു കഴിഞ്ഞാൽ, തീ കത്തിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശാന്ന് വിചാരിച്ചിട്ട് വരുന്ന ചില പ്രാണികളുണ്ടാവും, ചെറിയ പ്രാണികൾ. ആ പ്രാണികൾ വരാൻ തുടങ്ങി, ഈ തീയിലേക്ക് വരാൻ തുടങ്ങി. തീയിൽ വീണിട്ട് അവർ മരിക്കുന്നുണ്ട്, ചത്തുപോകുന്നുണ്ട്. ഫജഅല യൻസിഉഹുന്ന വയഗ്ലിബ്നഹു ലിയഖ്തഹിംന ഫീഹാ, എന്നാൽ ഈ മനുഷ്യനാകട്ടെ, ഈ തീ കത്തിച്ച വ്യക്തി ആ പ്രാണികൾ അകറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാണികൾ ഇദ്ദേഹത്തെയും കടന്നു പോയിട്ട് തീയിലേക്ക് വെക്കുകയാണ്. അള്ളാഹു റസൂൽ പറയാണ്, ഇപ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഫഅന ആഖിദും ബിഹുജസികും അനിന്നാർ, ഞാൻ നിങ്ങളുടെ പിരടി വലിച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ട് നരകത്തെ തൊട്ട്. വഅൻതും തഖഹമൂന ഫീഹാ, നിങ്ങളാകട്ടെ എന്നെ മറികടന്ന് അതിലേക്ക് പോവാണ്. എന്തെല്ലാം നന്മകളുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ അനുകമ്പയോടുകൂടി അതിലേക്കെല്ലാം നമ്മെ നയിച്ചിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. എന്തെല്ലാം തിന്മകളുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നെല്ലാം താക്കീത് നൽകിയിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഇത് നമുക്ക് അവിടുത്തെ ജീവിത ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ജനങ്ങളോട് ഏറെ കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റബീഅ അദ്ദൈലി പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ബസറ ഐനി ബിസൂഖി ദിൽ മജാസ്. ദിൽ മജാസിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. യഖൂൽ, അദ്ദേഹം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, നിങ്ങൾ വിജയിക്കുന്നതാണ്. അതിൻ്റെ പിന്നിൽ തന്നെ അബൂലഹബുണ്ട്. എന്താ പറയണത്? ഇന്നഹു സാബിഉൻ കാദിബ്, അവൻ കള്ളനാണ്, സാബി ആണ്. ഫഖുൽതു മൻ ഹാദാ, അപ്പൊ ഈ വ്യക്തി ചോദിച്ചു, ഇതാരാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വ്യക്തി ആരാണ്? ഖാലു, അവർ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് വഹുവ യദ്കുറു നുബുവ്വഹ്, അത് മുഹമ്മദ് ഇബ്നു അബ്ദില്ലയാണ്, പ്രവാചകത്വം അവകാശപ്പെടുന്നുണ്ട് ഇവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, മൻ ഹാദല്ലദി യുകദ്ദിബുഹു, ഇവൻ കള്ളനാണെന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഖാലു അമ്മുഹു അബൂ ലഹബ്, അവിടുന്ന് പറഞ്ഞു, എളാപ്പയായ അബൂലഹബാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവുക അവൻ്റെ കുടുംബത്തിൽ തന്നെ അവൻ്റെ ശത്രുക്കൾ ഉണ്ടാകുമ്പോഴാണ്. അത് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. കുടുംബത്തിൽ തന്നെ നാം നിലകൊള്ളുന്ന പാതയെയും അതിനേക്ക് എത്താൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രയാസമൊന്നുമില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഫാത്തിമ റഹിമഹുല്ലാഹ് ഇകഴ്ത്തി പറയുന്ന സന്ദർഭമുണ്ട്. അത് വായിച്ചിട്ട് സൗദിയിലുള്ളൊരു ഷെയ്ഖ് ഇങ്ങനെ കരയാണ്. കുടുംബത്തിൽ തന്നെ പ്രയാസം ഉണ്ടാകുമ്പം അതൊരിക്കലും സഹിക്കാനാകുന്നതല്ല, അനുഭവിച്ച് അറിയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ തായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനായി പോയി. മക്കയിൽ ആരും എനിക്ക് ആശ്രയം നൽകുന്നില്ല, സഹായിക്കാൻ ആരുമില്ല എന്നറിഞ്ഞപ്പോൾ അബൂ താലിബും ഖദീജയും മരിച്ചപ്പോൾ, ഖദീജ റളിയല്ലാഹു അൻഹയും മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയി. നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. അവിടെ നിന്ന് ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കല്ലെറിഞ്ഞ് അട്ടിപ്പായിപ്പിച്ചു. തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പർവ്വതത്തിൻ്റെ മലക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ സമിഅ ഖൗല ഖൗമിക ലക വമാ റദ്ദു അലൈക, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ സമുദായം നിന്നോട് എപ്രകാരമാണ് നിനക്ക് മറുപടി നൽകിയത് എന്ന് റബ്ബ് കേട്ടിരിക്കുന്നു. വമാ റദ്ദു അലൈക, അവരെന്താണ് മറുപടി നൽകിയത് എന്നും റബ്ബ് കേട്ടിരിക്കുന്നു. വഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് പർവ്വതത്തിന്റെ മലക്കിനെ അയച്ചിരിക്കുന്നു. ലിതഅമുറഹു ബിമാ ശിഅത ഫീഹിം, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിൽ നടപ്പിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതത്തിന്റെ മലക്കിനെ നിന്നിലേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ പർവ്വതത്തിന്റെ മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, ദാലിക ഫീമാ ശിഅത, കാര്യം നീ വിചാരിക്കുന്ന പോലെയാണ്. ഇൻ ശിഅത അൻ അത്ബിഖ അലൈഹിമുൽ അഖ്ശബീൻ, രണ്ട് മലകൾ അതിൻ്റെ ഇടയിലായിക്കൊണ്ട് ഇവരെ നശിപ്പിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്രകാരമാണ്. നോക്ക്, അവരോട് അവർ ചെയ്തതിന് അള്ളാഹുവിൻ്റെ റസൂലിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന സമയമാണത്. മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമവും സങ്കടവും ഉണ്ടാകുന്ന സമയമാണത്. ദേഷ്യവും ഉണ്ടാവും. കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് അട്ടിവായിപ്പിച്ചതാണ്. അള്ളാൻ റസൂലിൻ്റെ കരുണ നോക്കിങ്ങൾ, അള്ളാൻ റസൂലിൻ്റെ അനുകമ്പ ദയ നോക്കിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹ, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമുദായത്തെ കൊണ്ടുവരുന്നതാണ്. ലാ യുശ്രികു ബിഹി ശൈഅ, അവരിൽ പങ്കു ചേർക്കാതെ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമുദായത്തെ അള്ളാഹു കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്രകാരം തന്നെ ആവുകയും ചെയ്ത്. റസൂലിൻ്റെ അനുകമ്പയാണിത്, റസൂലിൻ്റെ കരുണയാണിത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ദൗസ് ഗോത്രത്തിലേക്ക് ദഅവത്തിനായി സഹാബികളെ പറഞ്ഞയച്ചു. ദൗസ് ഗോത്രം ആ ദഅവത്ത് സ്വീകരിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന ദൗസൻ അസദ് വ അബത്, ദൗസ് ധിക്കരിച്ചിരിക്കുന്നു, അവർ ഈ ദഅവത്ത് സ്വീകരിക്കുന്നില്ല. ഫദ്ഉല്ലാഹ അലൈഹിം, നിങ്ങൾ അവർക്ക് മുകളിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഫഖീൽ, അവിടുന്ന് ആളുകളൊക്കെ പറയുന്നുണ്ട്, ഹലക ദൗസ്, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പോവാ, ദൗസിന്റെ കാര്യം കഴിഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം, അള്ളാഹുവെ നീ ദൗസ് ഗോത്രത്തെ ഹിദായത്തിലേക്ക് ആക്കണേ, അവരെ നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണേ. അള്ളാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു അവരെ നശിപ്പിക്കാൻ. പക്ഷെ അവിടുത്തെ കരുണ, ജനങ്ങളുടെ കാര്യത്തിൽ അവിടത്തേക്കുള്ള താല്പര്യം, ആഗ്രഹം, ഈ റസൂലിനെയാണ് നാമും പിൻപറ്റേണ്ടത്. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം രാപ്പകലില്ലാതെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, അവർ സ്വീകരിച്ചേക്കാം എന്ന പ്രതീക്ഷയിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചരിത്രമാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്, സൂറത്തു അൽ ബുറൂജിൽ പറഞ്ഞ കിടങ്ങിൻ്റെ ആളുകൾ. അതുണ്ടാവാൻ സംഭവിച്ച സംഭവം, കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിമിൽ വന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന മലകുൻ ഫീ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാകട്ടെ അദ്ദേഹത്തിന്റെ അടുപ്പമുള്ള സാഹിറുണ്ട്, ജ്യോത്സ്യനുണ്ട്, മാരണക്കാരൻ. അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു നൽകുന്ന മാരണക്കാരൻ, സാഹിർ, അദ്ദേഹത്തിന് അടുപ്പമുള്ള സാഹിർ, മാരണക്കാരൻ ഈ രാജാവിനുണ്ട്. അങ്ങനെ ഈ മാരണക്കാരൻ സാഹിർ അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഈ രാജാവിനോട് പറഞ്ഞു, എനിക്ക് വയസ്സാവുകയാണല്ലോ, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ്, എൻ്റെ ഈ മാരണം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കുട്ടിയെ നിങ്ങൾ എനിക്ക് നൽകണം. അങ്ങനെ രാജാവ് ഈ സാഹിറിന്, മാരണക്കാരന് ഒരു കുട്ടിയെ കൊടുക്കുകയാണ് ഇവന്റെ സിഹർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കുട്ടി അവൻ്റെ വീട്ടിൽ നിന്ന് ഈ മാരണക്കാരൻ്റെ അടുത്തേക്ക് പോകും, ദിനേന പോവും വരികയും ചെയ്യും. ആ പോകുന്ന വഴിക്കൽ ഒരു പുരോഹിതനുണ്ട്, ഒരു റാഹിബായ, അന്നത്തെ കാലത്ത് അള്ളാഹുവിൻ്റെ ശരിയായ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പുരോഹിതനുണ്ട്. അങ്ങനെ ഈ കുട്ടി ഒരു ദിവസം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്, ഒരു ദിവസം ഈ കുട്ടി വിചാരിച്ചു ഇദ്ദേഹം എന്താ പറയുന്നത് കേൾക്കാലോ. അങ്ങനെ പുരോഹിതന്റെ അടുത്തിരുന്നു. അങ്ങനെ ദിനേന ഈ പുരോഹിതന്റെ അടുത്ത് കുട്ടി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മാരണക്കാരൻ കുട്ടിയെ നേരം വൈകുന്നതിൽ, തന്നെ മജ്ലിസിലേക്ക് വരുന്നതിൽ നേരം വൈകുന്നതിൽ ഈ കുട്ടിയെ ശിക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പുരോഹിതൻ പറഞ്ഞു, നീ സാഹിറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറയാം, എൻ്റെ വീട്ടുകാർ പിടിച്ചു വെച്ചതാണ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതാണ്. വീട്ടുകാരുടെ അടുത്തേക്ക് എത്താൻ നേരം വൈകുകയാണെങ്കിൽ അവരിതുപോലെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരോട് എന്ത് പറയാം, മാരണക്കാരൻ പിടിച്ചു വെച്ചതാണെന്നും പറയാം. അങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം തൻ്റെ നാട്ടിലുള്ള ആളുകളെ ഒരു വലിയ മൃഗം വഴിയിൽ പിടിച്ചു വെച്ചു. ഈ കുട്ടി തന്നോട് തന്നെ പറഞ്ഞു, ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലാക്കുക ആരാണ് ഹക്കല്, മാരണക്കാരനാണോ അതല്ല പുരോഹിതനാണോ, ആരാണ് ഹക്കൽ, എനിക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവും. അങ്ങനെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് കുട്ടി പറഞ്ഞു, അള്ളാഹുവേ, ഈ പുരോഹിതനാണ് ഹക്കിലെങ്കിൽ, പുരോഹിതനാണ് നേരായ വഴിയിലെങ്കിൽ ഈ കല്ല് കൊണ്ട് നീ ആ മൃഗത്തെ വധിക്കണം, കൊല്ലണം. അങ്ങനെ കുട്ടി എറിഞ്ഞു, ആ മൃഗം കൊല്ലപ്പെട്ടു. അന്നേരം ദിവസം മുതൽ കുട്ടിക്ക് മനസ്സിലായി പുരോഹിതനാണ്, അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന പുരോഹിതനാണ് ശരിയായ വ്യക്തി. അങ്ങനെ കുട്ടി വന്ന കാര്യങ്ങളൊക്കെ ആളെടുത്ത് അവതരിപ്പിച്ചു. പുരോഹിതൻ പറഞ്ഞു, നീ ഇന്ന് എന്നെക്കാൾ നല്ല മർത്തബയിൽ എത്തിയിട്ടുണ്ട്, ഈ കാര്യമെങ്ങാനും നീ ശരിയായ ദീനിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന കാര്യമെങ്ങാനും രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെക്കുറിച്ച് അദ്ദേഹത്തോട് പറയരുത്. കാഫിറായ വ്യക്തിയാണ് രാജാവ്. അങ്ങനെ ഈ കുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ
അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അന്ധന്മാർക്ക് കാഴ്ച തിരിച്ചു നൽകാനും അതുപോലെ തന്നെ മറ്റ് രോഗമുള്ള ആളുകളുടെ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും നൽകാൻ തുടങ്ങി. അങ്ങനെ ഈ രാജാവിന് അദ്ദേഹത്തിൻ്റെ അടുത്ത ഗവർണറുണ്ട്, അടുത്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഗവർണർ ഇവനെക്കുറിച്ച് കേൾക്കുകയാണ്. ഇവനെക്കുറിച്ച് കേട്ടു, ഇവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ ചികിത്സിക്കുന്നുണ്ട്, അള്ളാഹു നീ ഷിഫ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുട്ടി പറഞ്ഞു, ഇന്നി ലാ ഉശ്ഫിയ ഹദ, ഞാൻ ഒരാളെയും അവന് ഷിഫ നൽകുന്നില്ല. ഇന്നമാ യശ്ഫില്ലാഹു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഷിഫ നൽകുന്നത്. ഫഇൻ അൻത ആമൻത ബില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയാണെങ്കിൽ, ദഅവതുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, യശ്ഫില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഫശഫാക, നിനക്ക് ഷിഫ നൽകുന്നതാണ്, നിന്റെ കാഴ്ച തിരിച്ചു നൽകുന്നതാണ്. ഫആമന, അങ്ങനെ ഈ ഗവർണർ അള്ളാഹു വിശ്വസിച്ചു. ഫആമന ബില്ലാഹ്, അദ്ദേഹം അള്ളാഹു വിശ്വസിച്ചു. ഫശഫാഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാഴ്ച തിരിച്ചു നൽകി. അങ്ങനെ വ്യക്തി ഈ രാജാവിൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ ഈ രാജാവ് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ചോദിക്കുമല്ലോ, എനിക്ക് എങ്ങനെയാണ് കാഴ്ച തിരിച്ചു കിട്ടിയത്? അപ്പോൾ ഈ ഗവർണർ പറഞ്ഞു, എൻ്റെ റബ്ബാണ് എനിക്ക് കാഴ്ച തിരിച്ചു നൽകിയത്. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, അലക റബ്ബുൻ ഗൈരി, നിനക്ക് ഞാനല്ലാതെ മറ്റേ റബ്ബ് വല്ലതും ഉണ്ടോ? അപ്പം മനുഷ്യൻ പറഞ്ഞു, ഖാല റബ്ബി വ റബ്ബുക അല്ലാഹ്, എൻ്റെയും നിന്റെയും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫഅഖദഹു, അങ്ങനെ രാജാവിനെ പിടിച്ചു. ഫലം യസൽ യുഅദ്ദിബുഹു ഹത്താ ദല്ല അലൽ ഗുലാം, അങ്ങനെ ഈ ഗവർണറെ ശിക്ഷിക്കാൻ തുടങ്ങി, ശിക്ഷിച്ചുകൊണ്ടേയിരുന്നു ഈ കുട്ടിയെക്കുറിച്ച് ഗവർണർ പറയുന്നവരെ. അങ്ങനെ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. കുട്ടിയെയും ഈ രാജാവ് ശിക്ഷിച്ചു. എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ മാത്രമാണ് റബ്ബ് എന്ന് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടി അവസാനം പറയേണ്ടി വന്നു, ഇന്ന വ്യക്തിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ആ പുരോഹിതനെ ഈ രാജാവ് കൊണ്ടുവന്നു. ആ പുരോഹിതനോട് പറഞ്ഞു, ഇർജി അൻ ദീനിക, നീ നിന്റെ ദീനിനെ തൊട്ട് പിന്മാറണം, ഞാനാ റബ്ബെന്ന് പറയണം. ഫഅബ, അദ്ദേഹം സ്വീകരിച്ചില്ല, നിരസിച്ചു. ഫദഅ ബിൽമിഅ്ശാരി فوضع المئشار في مفرق رأسه فشقه حتى وقع شقاه. അങ്ങനെ ഈ പുരോഹിതനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തലയുടെ പകുതിയിലായി വലിയ വാള് വെച്ച് അദ്ദേഹത്തെ രണ്ടായി മുറിച്ചു. ഈ ഗവർണറെയും ഈ രാജാവ് ഇതുപോലെ കൊണ്ടുവന്നു. അദ്ദേഹത്തെയും ഇതുപോലെ ചെയ്തു, തലയിൽ വെച്ച് രണ്ടായി മുറിച്ചു കളഞ്ഞു. സഹോദരൻ, ഇവിടൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ ഇങ്ങനെ വല്ല പ്രയാസമുണ്ടോ? ശരിയാണ്, കളിയാക്കലുകൾ കേൾക്കുന്നുണ്ട്, ആളുകൾ കുത്തി പറയുന്നുണ്ട്. ഇതല്ലാതെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബത്തിലോ മറ്റു വല്ല പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? മുൻപുള്ള ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഒരു വ്യക്തിയെ കൊണ്ടുവരും, അവൻ്റെ എല്ലിൽ നിന്ന് ഇരുമ്പിൻ്റെ കൊളുത്തുകളെ കൊണ്ട് ഇറച്ചി ഇങ്ങനെ മാന്തിയെടുക്കും. നമുക്ക് ആർക്കാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് എത്രയോ എളുപ്പമാണ് മുൻകാലക്കാരെ വെച്ച് നോക്കുമ്പോൾ. ഏതാനും ചില കുത്തിപ്പറയലുകൾ, 6-ാം നൂറ്റാണ്ടാണോ, പുരോഗമനം എത്തിയിട്ടില്ല. അല്ലാഹു മുസ്തആൻ. അങ്ങനെ ഗവർണറെയും വധിച്ചു കളഞ്ഞു. പിന്നെ ഈ കുട്ടിയെയും കൊണ്ടുവന്നു. അങ്ങനെ കുട്ടിയുടെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. രാജാവ് കുറച്ച് ആളുകൾ ഏർപ്പെടുത്തിയിട്ട് ഇവനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ പോയി അവിടുന്ന് താഴേക്കെറിയാൻ പറഞ്ഞു. രാജാവിൻ്റെ കൽപ്പന അതാണ്. കുട്ടിയെ കൊല്ലേണ്ടത് എപ്രകാരമാണ്? പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോവുക,
അവിടുന്ന് കുട്ടിയെ താഴേക്ക് വലിച്ചെറിയുക. അങ്ങനെ ഈ ആളുകൾ ഈ കുട്ടിയെ കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി. ആ കുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, അല്ലാഹുവേ ഇക്ഫിനീഹിം ബിമാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇവരിൽ നിന്ന് നീ എന്നൊന്ന് കൈസിലാക്കിക്കൊണ്ട, രക്ഷപ്പെടുത്തിക്കൊണ്ട. ഫറജഫ ബിഹിമുൽ ജബൽ, അങ്ങനെ ആ പർവ്വതം വിറയ്ക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുണ്ടോ, റബ്ബിൻ്റെ മാർഗത്തിൽ ആരാര് ഉറച്ചു നിൽക്കുന്നുണ്ടോ, അള്ളാഹ് സഹായം അവന് വാഗ്ദാനം ചെയ്തതാ. വമൻ യത്തഖില്ലാഹ്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവനൊരു തുറവി നൽകുന്നതാ. അങ്ങനെ ആ പർവ്വതം വിറയ്ക്കാൻ തുടങ്ങി. കുട്ടി ഒഴികെ എല്ലാവരും ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചു. അവരെല്ലാവരും വധിക്കപ്പെട്ടു, മരിച്ചു. അങ്ങനെ കുട്ടി ഇറങ്ങിയിട്ട് രാജാവിൻ്റെ അടുക്കിലേക്ക് വീണ്ടും വരികയാണ്. രാജാവിൻ്റെ അടുത്ത കൽപ്പന ഈ കുട്ടിയെയും കൊണ്ട് കടലിലേക്ക് പോകണം, എന്നിട്ട് കടലിൻ്റെ നടുവിൽ കുട്ടിയെ ഉപേക്ഷിക്കണം, വലിച്ചെറിയണം, മുങ്ങി മരിച്ചോട്ടെ. അങ്ങനെ ആളുകൾ, രാജാവിൻ്റെ ഭടന്മാർ കുട്ടിയെ കൊണ്ട് അവർ അങ്ങോട്ട് ചെന്നു, കടലിലേക്ക് ചെന്നു. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള എല്ലാ ആളുകളെയും കടലിൽ പതിപ്പിക്കുകയും അവരെല്ലാവരും മുങ്ങി മരിക്കുകയും കുട്ടി മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ രാജാവിൻ്റെ അടുക്കിലേക്ക് വീണ്ടും വന്നു. എന്നിട്ട് രാജാവിനോട് കുട്ടി പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലി, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റൂല, സാധിക്കൂല. ഹത്താ തഫഅല മാ അമുറുക, ഞാൻ എന്താണോ കൽപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് എന്നെ കൊല്ലാണല്ലോ വേണ്ടിയത്. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്നെ കൊല്ലാം. എന്താ കുട്ടി പറഞ്ഞത്? കുട്ടി പറഞ്ഞു, തജ്മഉൻ നാസ ഫീ സഈദിൻ വാഹിദ്, നിങ്ങൾ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം, അവിടെ ഒരുമിപ്പിക്കണം. എന്നിട്ട് അവിടെ ഒരു മരത്തടിയുടെ മേൽ എന്നെ തറയ്ക്കണം. ثم خذ سهما من كنانتي ثم قل بسم الله رب الغلام ثم ارمني فإنك إذا فعلت ذلك قتلتني. അങ്ങനെ മരത്തടിയുടെ മേൽ എന്നെ തറച്ചു കഴിഞ്ഞാൽ ഒരു അമ്പെടുക്കാം, എന്നിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അമ്പെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വധിക്കാം. രാജാവ് അങ്ങനെ ചെയ്തു. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഈ വാക്യവും പറഞ്ഞ് ആ അമ്പ് കുട്ടിയുടെ നെറ്റിയിലേക്ക് വലിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അത് കണ്ടിട്ട് ജനങ്ങളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയാണ്. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയാണ്. ഈ കുട്ടിക്ക് വേണമായിരുന്നെങ്കിൽ ചിന്തിക്കണേ, ആദ്യം പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒളിക്കാമായിരുന്നു, ഒളിച്ചിട്ടില്ല. രണ്ടാമത്തെ തവണയും കടലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഹിജ്റ ചെയ്ത് പാലായനം ചെയ്ത് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ താൻ തന്നോട് തന്നെ പറയുന്നത് പോലെ എൻ്റെ നഫ്സ് ഇതിനേക്കാൾ ഖൈറായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ബാക്കിയുള്ള ആളുകൾ ഹിദായത്തിലാവാൻ വേണ്ടിയാണ്. തൻ്റെ ജീവിതം ത്യജിച്ചത് നൽകി എന്തിനു വേണ്ടിയാ? ആളുകൾ ഹിദായത്തിനാവാൻ വേണ്ടിയാ. ആ കുട്ടിയുടെ അനുകമ്പ നോക്കി, നിങ്ങൾ ദയ നോക്കി ആളുകളോടുള്ള. തൻ്റെ ജീവൻ നൽകിയിട്ടാണെങ്കിലും ആളുകൾ ഹിദായത്തിലാവുക. അതുപോലെ തന്നെ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പട്ടണത്തിൻ്റെ കഥ നമുക്ക് പറയുന്നുണ്ട്. രണ്ട് റസൂലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. മൂന്നാമതൊരാളെയും അയച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിനെ ശക്തിപ്പെടുത്തി. എന്നിട്ടൊന്നും മനുഷ്യർ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് അവരോട് പറയാണ്, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ റസൂലുകളെ പിൻപറ്റുക. അവിടെ വിളിച്ചത് യാ ഖൗമി, എൻ്റെ സമുദായമേ, നിങ്ങൾ റസൂലുകളെ പിൻപറ്റുക. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരൊറ്റ ചാട്ടമാണ് അവിടുത്തെ ആളുകളെല്ലാം. ആ മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞു. ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, ജഅലു യർജുമൂനഹു ബിൽ ഹിജാറ,
അവർ ഈ മനുഷ്യനെ കല്ലുകൊണ്ട് എറിഞ്ഞുകൊണ്ടേയിരുന്നു. വഹുവ യഖൂൽ, അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിലും ആ ഏറ് കൊള്ളുന്ന സന്ദർഭത്തിലും അദ്ദേഹം എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹു എൻ്റെ സമുദായത്തിനെ ഹിദായത്തിലാക്കണേ, അവർക്ക് അറിയില്ലായിട്ട് റബ്ബേ. ആഗ്രഹമാണ്, അവർ ഹിദായത്തിലാവാനുള്ള താല്പര്യമാണത്. ഫലം യസാലു ബിഹ്, അവരങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹത്തെ കൊല്ലുന്നത് വരെ. മരിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ സമുദായത്തോടുള്ള ആ കരുണ അദ്ദേഹത്തിന് വിട്ടുമാറിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഖീല ദഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് അവിടുന്ന് ആ മനുഷ്യൻ പറയുന്നത് എന്താ? യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമുദായം ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അവരൊന്ന് ഹിദായത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ നമ്മുടെ ആളുകളെ കുറിച്ച് നാം എപ്പോഴാണ് ആലോചിച്ചിട്ടുള്ളത്? അവർക്ക് വേണ്ടി നാം എപ്പോഴാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്? അല്ലാഹു, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ കുടുംബക്കാർ, ഇവരെല്ലാം ഒന്ന് ഹിദായത്തിലായിരുന്നെങ്കിൽ റബ്ബ് എത്ര നന്നായിരുന്നേനെ എന്നെപ്പോഴാണ് നാം മനസ്സറിഞ്ഞ റബ്ബിനോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? മറ്റെല്ലാ കാര്യത്തിനും അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ദുനിയാവിൻ്റെ ആവശ്യങ്ങളൊക്കെ, അതൊക്കെ മറക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രകാശം അവരിലേക്കും വന്നണയാൻ നാം ആരാ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്കുള്ള ദഅവത്തിൽ കാരുണ്യം കൊണ്ടും അനുകമ്പ കൊണ്ടും നമുക്ക് മാർഗം കാണിച്ചു തന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. ഇതുപോലെ തന്നെ ഉലമാക്കളും, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ തടവിലാക്കുന്നുണ്ട്, ജയിലിലാക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ജയിലാക്കിയത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇബ്നു തൈമിയ്യ പറഞ്ഞു, അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൽ ഖുൽ, പകരം നീ എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ഹബ് ലഹും നൂറൻ യഹ്തദൂന ബിഹി ഇലൽ ഹഖ്, ഹഖിലേക്ക് നയിക്കപ്പെടാവുന്ന തരത്തിൽ അവർക്ക് നീ പ്രകാശം നൽകിയാണമേ റബ്ബേ. ഒരു ആലിമിൻ്റെ, പണ്ഡിതൻ്റെ കരുണയാണിത്. ഇപ്രകാരം തന്നെ സഹോദരങ്ങളെ, നമുക്കും ആ കരുണ ഉണ്ടായിരിക്കണം. ആളുകളെ കാണും നമ്മളെ പ്രയാസപ്പെടുത്തരുത്. കാരുണ്യത്തോടുകൂടി സമാധാനത്തോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുക. ഖൈറുള്ളവരാണ് മുസ്ലിമീങ്ങൾ അധികവും ഖൈറുള്ളവരാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമ്മെക്കൊണ്ട് സാധിക്കണം. ശരി, മൂന്നാമത്തേത്, ഞാൻ എങ്ങനെയാണ് അറിയാം ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന് ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആളുകളുടെ ഹിദായത്തിന് ഞാൻ താല്പര്യം കാണിക്കുന്നുണ്ട്, എനിക്കതിന് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? മനസ്സിലാക്കാൻ ഒന്നാമത്തെ അടയാളം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആകണം ദഅവത്ത്, അതല്ലാത്തതിലേക്കാകാൻ പാടില്ല. വിളിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്, തൻ്റെ നഫ്സിലേക്കല്ല. എൻ്റെ ക്ലാസ്സേ കേൾക്കാൻ പാടുള്ളൂ, എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഉസ്താദുമാരുടെ ക്ലാസ്സേ കേൾക്കാൻ പാടുള്ളൂ. അത് അള്ളാഹിലേക്കുള്ള ക്ഷണമല്ല, അത് സംഘടനയിലേക്കുള്ള ക്ഷണമാണ്. ദഅവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബസീറത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് ഇൽമുണ്ടായിരിക്കണം, നിർബന്ധമാണത്. എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അതിന് പല ഉലമാക്കളും വ്യാഖ്യാനം നൽകിയത് ഹിക്മത്ത് എന്ന് വെച്ചാൽ ഇൽമാണ്. ഖുൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ പാത, അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ള അടയാളം ക്ഷണം അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്കല്ലാത്ത ക്ഷണം, അതിന് നാം താല്പര്യം കാണിക്കുന്നത് യഥാർത്ഥ ദഅവത്തിലല്ല, പകരം നഫ്സിലേക്കുള്ള അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വല്ല കാര്യങ്ങളും നേടിപ്പിടിക്കുന്നതിലുള്ള താല്പര്യമാണ് നാം അതിൽ പ്രകടിപ്പിക്കുന്നത്. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഈ മാർഗത്തിൽ പലപ്പോഴും നാം നമ്മെ തന്നെ മറക്കേണ്ടി വരും. പ്രയാസങ്ങളുണ്ടാകും. ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോൾ, ആളുകളെ ക്ഷണിക്കുമ്പോൾ
എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കൊന്നുമില്ല. ചുവപ്പ് കാർപ്പറ്റും വിരിച്ച് പൂക്കളും വിതറിട്ടൊന്നും ആരും സ്വീകരിക്കൂല. പ്രയാസം ഉണ്ടാവും, ആളുകൾ കളിയാക്കും. പക്ഷെ നമുക്ക് അതേ നേരിടേണ്ടി വരുന്നുള്ളൂ. ബാത്തിലിൻ്റെ ആളുകൾ ഇതിനേക്കാൾ ശക്തമായി അവർ ഇതെല്ലാം സഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്ന് പറയുന്ന ഖാതലഹുമുല്ലാഹ് വഹ്ദി ബിഹിം എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ദഅവത്തിന് അവർ കാണിക്കുന്ന ഉത്സാഹവും ഊർജവും നാം നമ്മുടെ ദഅവത്തിന് കാണിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾക്ക് മടിയാണ്. ആളുകൾ എന്ത് പറയും? ക്ലാസ്സിനൊക്കെ ക്ഷണിച്ച് കഴിഞ്ഞാൽ ഓൻ വരുമോ? നാം എത്തിക്കുക. ഈ മാർഗത്തിൽ നാം പലപ്പോഴും നമ്മെ തന്നെ മറക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ആളുകൾ ഹിദായത്തിലാകാൻ നന്നായി താല്പര്യമാണ്, അത് ആഗ്രഹിക്കണം. സലഫുകളുടെ ഖൗലുകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലൗ ലം യഅതിനി അസ്ഹാബുൽ ഹദീസ്, ഹദീസ് പഠിക്കാൻ എൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നിട്ടില്ല എന്നാണെങ്കിൽ, ഹദീസിന്റെ മഹാനായ പണ്ഡിതനാണ് സുഫിയാൻ അസ്സൗരി, താബിഈങ്ങൾ വെട്ടതാണ്. ഹദീസ് പഠിക്കാൻ ഹദീസിന്റെ ആളുകൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ടില്ല എന്നാണെങ്കിൽ ലഅതൈതുഹും ഫീ ബുയൂതിഹിം, ഈ ഹദീസ് പഠിപ്പിക്കാൻ ഞാൻ അവരുടെ അടുക്കലേക്ക് പോയേനെ. അതുപോലെ തന്നെ സുഹൈർ ഇബ്നു നുഐം അദ്ദേഹത്തോട് സഹൽ ഇബ്നു ആസിം റഹിമഹുമുല്ലാഹ്, സഹൽ ഇബ്നു ആസിം സുഹൈർ ഇബ്നു നുഐമിനോട് ചോദിക്കുകയാണ്, യാ അബൂ അബ്ദുറഹ്മാൻ അലക ഹാജ, അല്ലയോ അബൂ അബ്ദുറഹ്മാൻ സുഹൈർ ഇബ്നു നുഐം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, ഉണ്ട്. ഖാല വമാ ഹി, ഇദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ആവശ്യം? ഖാല, അദ്ദേഹം പറഞ്ഞു, അൻ തത്തഖി അല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫവല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം. ലഅൻ തത്തഖി അല്ലാഹ അഹബ്ബു ഇലയ്യ മിൻ അൻ യസീറ അൽ ഹായിതു ദഹബ, ഈ മതിൽ സ്വർണ്ണമായി മാറുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നതിലാണ്. പലപ്പോഴും നമ്മെ അല്ലാഹുവിൻ്റെ തഖ്വ കൊണ്ട് ഉപദേശിക്കാൻ നമ്മെ പിന്നോട്ട് വലിക്കുന്നത് ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരും എന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ, കച്ചവടമോ വല്ലതോ ഇവൻ്റെ കൂടെ നമുക്കുണ്ടാകും, അതിൽ വല്ലതും എനിക്ക് വിള്ളൽ സംഭവിക്കുമോ എന്ന പേടിയാണ് പലപ്പോഴും പലരെയും ദഅവത്തിൽ നിന്ന് പിന്നോട്ട് മാറ്റുന്നത്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് അവരോട് സംസാരിച്ചിട്ടില്ല, വേറെ ആരാ സംസാരിക്കാനുള്ളത്? പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ടുനടക്കുന്ന നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവരോട് സംസാരിക്കുന്നില്ല എന്നാണെങ്കിൽ വേറെ ആരാ അവരോട് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കാണ്? ദുനിയാവിൻ്റെ ആളുകളോ? ആളുകൾ കൂടിയിരുന്നവർക്ക് പറയാനുള്ള രാഷ്ട്രീയം, വിലക്കയറ്റം, കേന്ദ്രത്തിലെ ഭരണം, ഇങ്ങനെ മാറുന്ന ഒത്തുകൂടലുകൾ അവിടെ നമ്മളുണ്ടെങ്കിൽ അള്ളാഹിനെ കുറിച്ച് സംസാരിക്കണം. എന്തെങ്കിലും വിഷയത്തോട് റബ്ബിനെ കുറിച്ച് റബ്ബിനെ ഓർമ്മിപ്പിക്കുക. നമുക്കൊരുപാട് ആളുകൾ, കുടുംബക്കാരുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും. അള്ളാഹു റസൂൽ പറഞ്ഞതുപോലെ കൂനു മഫാത്തിഹൽ ഖൈർ, നിങ്ങൾ നന്മയുടെ താക്കോലുകളാവുക. എവിടെ ചെന്നാലും ഏതെങ്കിലും നന്മക്കുള്ള ഒരു താക്കോലായി മാറണം. അപ്പോൾ ജനങ്ങൾ ഹിദായത്തിലാകാൻ നമുക്ക് അതിയായ ആഗ്രഹം വേണം. നാലാമത്തേത്, ഹിക്മത്ത് ഉണ്ടാവുക. എല്ലാവരോടും ഒരുപോലെ അല്ല പറയേണ്ടി വരിക. മക്കളാവുമ്പോൾ ചിലപ്പം അല്പം ദേഷ്യത്തിലൊക്കെ പറയേണ്ടി വരും മക്കളാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ അനിയന്മാരാകുമ്പോൾ ചില സമയങ്ങളിൽ ദേഷ്യത്തിലൊക്കെ പറയേണ്ടി വരും. എന്നാൽ മറ്റു ചില ആളുകളോട് സാവധാനത്തോടെ സമാധാനത്തോടെ അവനോട് സംസാരിക്കേണ്ടി വരും. ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രതീക്ഷയുടെ ആയത്തുകൾ നാം ഓതി കേൾപ്പിക്കേണ്ടി വരും. ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള നസൂസുകളും ആയത്തുകളും ഹദീസുകളും നാം പറയേണ്ടി വരും. ഇങ്ങനെ നാം ആരോടാണോ സംസാരിക്കുന്നത് അവനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. എന്ന് വെച്ച് സിനിമ കാണുന്നവനാണെങ്കിൽ അവൻ്റെ കൂടെ പോയിട്ട് അവിടുന്ന് സംസാരിക്കുക എന്നല്ല. പലരും പറയുന്നുണ്ട് ഹിക്മ എന്ന് വെച്ചാൽ യുക്തിയാണ്. ആ യുക്തി ആ യുക്തി കാലഘട്ടത്തിനനുസരിച്ച് മാറും. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നാടകം, സിനിമയ്ക്ക് ഉപയോഗിക്കണം, ശരിയല്ല.
വസായിലു ദഅവ, ദഅവക്ക് നാം സ്വീകരിക്കേണ്ട വസീലകൾ, വഴികൾ, അത് തൗഖീഫിയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ വന്നിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എപ്രകാരമാണ് പഠിപ്പിച്ചത്, അതിൽ മാത്രം ഒതുങ്ങേണ്ടതാണ് ദഅവത്തിൻ്റെ വഴികൾ. ഫുട്ബോൾ കളിച്ചിട്ടുള്ള ദഅവത്ത്, ഹലാൽ സിനിമ, ദഅവത്തല്ല, വേറൊന്നും പേര് വിളിച്ചോളൂ. ദഅവത്തിൻ്റെ മാർഗം റസൂൽ പഠിപ്പിച്ച മാർഗം. അപ്പോൾ മൈക്കോ, അത് വസീലല്ല, അത് വസായിത്താണ്. ഇവിടെ വസീല സംസാരമാണ്. ആ സംസാരം എത്തിക്കാനുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഇടനിലക്കാരനാണ് ഈ മൈക്ക്, അല്ലാണ്ട് അതൊരു വസീലയല്ല. മനസ്സിലായില്ലേ? ദഅവത്തിൻ്റെ വസീലകൾ, വഴികൾ അത് തൗഖീഫിയാണ്. എന്ന് വെച്ചാൽ അള്ളാഹ് ഇങ്ങനെ പഠിപ്പിച്ചോ, റസൂൽ പ്രകാരം ഉപയോഗിച്ചോ, അവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ദഅവത്തിൽ ഹിക്മത്ത് ഉണ്ടായിരിക്കണം. ആറാമതായിട്ട്, ഞാൻ അതിൽ അവസാനിപ്പിക്കട്ടെ. ആറാമതായിട്ട് റിഫ്ഖ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞതുപോലെ സാവധാനം ഉണ്ടാവുക, ആളുകൾക്ക് എളുപ്പം ഉണ്ടായി കൊടുക്കുക. ഇന്ന് ക്ലാസ്സിനെ ഒന്ന് ചോദിച്ച് നാളെ മുതൽ താടി വെറുതെ വിട്ടേക്കണം. ശരിയാണ്, താടി വിടണം. ചില ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരൂല. ആളുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. താടി വളർത്തൽ നിർബന്ധമാണ്, വടിക്കൽ ഹറാമാണ്. ദീനിലേക്ക് വന്നപാടെ അവൻ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് എങ്ങനെയാണ്? സുന്നത്ത് ചേലാക്കർമ്മ ചെയ്യണം. ദീൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഒഴുക അഫറത്താണല്ലോ, ഭാര്യ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ആരാ ദീൻ സ്വീകരിക്കുക? അതുകൊണ്ടാണ് 99 ആളുകളെ കൊന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യത്തെ പണ്ഡിതൻ എന്താ പറഞ്ഞത്? 99 ആളുകൾ നീ കൊന്നു, നിനക്ക് അള്ളാഹിന്റെ ശിക്ഷയ്ക്ക് ഇപ്രകാരം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക? ഓനെയും കൊന്നു. 100 ആളുകളെ തികച്ചും. ഹിക്മത്ത് ഉണ്ടാകണം. ആളുകളെ ക്ഷണിക്കുന്നതിൽ നമുക്ക് സാവധാനം ഉണ്ടാവണം, സാവകാശം ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, അല്ലയോ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ, അള്ളാഹു അനുകമ്പയും ദയവുമുള്ള വ്യക്തിയാണ്. യുഹിബ്ബു റിഫ്ഖ, അവൻ ആ വക കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. വയുഅതി അലൈഹി മാ ലാ യുഅതി അലൽ ഉൻഫ്, കാഠിന്യത്തിലും ശിദ്ദത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിനേക്കാൾ ഏറെ, അല്ലെങ്കിൽ ഇതിൽ നൽകാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല സാവകാശത്തോടുകൂടി, ദയയോടുകൂടി, അനുകമ്പയോടുകൂടി ചെയ്യുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അർരിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ്, ദയയും അനുകമ്പയും സാവകാശവും എന്തെല്ലാം കാര്യത്തിലുണ്ടായോ അതിൻ്റെ എല്ലാം ഭംഗി ഇത് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ആളുകളെ ക്ഷണിക്കുന്നതിൽ സാവകാശം ഉണ്ടാവണം, അടുപ്പിക്കാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമാ ബുഇസ്തും മുയസ്സിരീന, അള്ളാഹു എളുപ്പം നൽകുന്നവരായിട്ടാണ് നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. വലാ മുഅസ്സിരീൻ, ശിദ്ദത്ത് പ്രയാസം ഉണ്ടാക്കുന്നവരായിട്ടല്ല. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് ഫിഖ് എന്ന് വെച്ചാൽ തശദ്ദുദല്ല, എല്ലാ വിഷയത്തിലും ഏറ്റവും കടുപ്പമുള്ള അഭിപ്രായം സ്വീകരിക്കുക എന്നതല്ല ഫിഖ്. അതെല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷേ ഇളവുള്ള റുഖ്സത്തുകളുള്ള എന്തെല്ലാം മസ്അലകളുണ്ടോ അതിൽ റുഖ്സ സ്വീകരിക്കലാണ് ഫിഖ് എന്നും പറഞ്ഞതായി കാണാം. അവസാനമായിട്ട് സഹോദരങ്ങളെ, ഇന്ന് കിട്ടിയില്ല, നാളെ അവൻ വന്നില്ല, മറ്റന്നാൾ അവൻ സ്വീകരിച്ചില്ല, നിർത്താൻ പാടില്ല. കൂടെ കൂടണം. 1 പ്രാവശ്യം പറഞ്ഞോ, 2 പ്രാവശ്യം പറഞ്ഞോ, 3 പ്രാവശ്യം പറഞ്ഞോ, തുടർന്നുകൊണ്ടേയിരിക്കുക. ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. നീ അവസാനത്തിലേക്ക് നോക്കേണ്ടതില്ല, അതിൻ്റെ റിസൾട്ടിലേക്ക് നീ നോക്കേണ്ടതില്ല. നിന്റെ കയ്യിലുള്ള വഴികൾ നീ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷമാണ് ദഅവത്ത് ചെയ്തത്. രാപകലുകളില്ലാതെ അംബിയ മുർസലീങ്ങൾ ഇതിനു വേണ്ടി ഓടി ഓടി നടന്നു. അംബിയാക്കളുടെ ജോലി എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് ക്ഷണിച്ചില്ലേ മറ്റന്നാൾ ക്ഷണിച്ചേക്കാം, അന്നും ക്ഷണിച്ചില്ലേ അടുത്ത ആഴ്ച വന്നേക്കാം. ക്ഷണം നടന്നുകൊണ്ടേയിരിക്കണം. റിസൾട്ട് നൽകേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ റസൂൽ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ഒരുപാട് നബിമാരുണ്ട്. ചില നബിമാരുടെ കൂടെ ഉള്ളത് 2ഉം 3ഉം ആളുകളാണ്. ചില നബിമാരുടെ കൂടെ ഒരു വ്യക്തിയേ ഉള്ളൂ. ചില നബിമാരുടെ കൂടെ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് ആ നബിന്റെ മർത്തബ എന്ന് വല്ലതും കുറയോ? നബി അല്ലാതെ മാറോ? ഇല്ല. അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ഖിയാമത്ത് നാളിൻ അത് അടുത്ത് കഴിഞ്ഞാൽ, അടുത്ത നിമിഷം ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിത്തുണ്ടെങ്കിൽ അതവൻ കുഴിച്ചിടട്ടെ. വിത്ത് പലപ്പോഴും നമ്മൾ കുഴിച്ചിടുന്നത് എന്തിനാ? ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ എന്തൊക്കെയാ നിയ്യത്തുണ്ടാവുക? ആ മരം വലുതായിട്ട് ആളുകൾ തണൽ കൊള്ളണം, എന്തെങ്കിലും പഴങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പറവകളും പക്ഷികളൊക്കെ ഭക്ഷിക്കണം, അങ്ങനെ എനിക്ക് കൂലി കിട്ടല്ലോ എന്നല്ലൊരു മുസ്ലിമിന് നിയ്യത്തുണ്ടാവുക. ഖിയാമത്ത് നാളിൻ്റെ അല്പനിമിഷം മുന്നേ ഈ വിത്ത് കുഴിച്ചിട്ട അത് വലുതാവോ? വൃക്ഷമായിട്ട് വളരുമോ? ഇല്ല. 10ഉം 15ഉം വർഷം വേണം ഒരു വിത്ത് വൃക്ഷമായിട്ട് മരമായിട്ട് വളരാൻ. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ അമല് ചെയ്യുക, അതിൻ്റെ അവസാനത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടതില്ല. റിസൾട്ട് ലഭിക്കുന്നുണ്ടോ? റിസൾട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഉള്ള വിഷമം, സങ്കടം, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അമലുകൾ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം ഇതാണ്, പ്രാർത്ഥിക്കണം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്ന ലനദുഊഹും ഫിന്നഹാർ, നാം ഇവരെ പ്രഭാതത്തിൽ നാം ഇവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. വനദുഉ ലഹും ബില്ലൈൽ, രാത്രികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹുവെ, ഞാൻ എത്തിച്ചു നൽകിയിട്ടുണ്ട്, അത് സ്വീകരിക്കാനുള്ളൊരു ഖൽബ് നീ അവനക്ക് നൽകണമേ. അള്ളാഹുവെ, നിന്റെ ദീനിൻ്റെ പ്രകാശം ഞാൻ നൽകിയിട്ടുണ്ട്, ആ പ്രകാശം സ്വീകരിക്കാൻ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രകാശത്തിലേക്ക് ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും മഅസിയത്തിൻ്റെയും ഇരുട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ പ്രകാശം സ്വീകരിക്കാൻ നീ അവന് ഹിദായത്ത് എളുപ്പമാക്കി നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും വേണം. ചുരുക്കി പറഞ്ഞ സഹോദരങ്ങൾ, ഇത്രയും കാര്യം പറഞ്ഞു വന്നത് റബ്ബിൻ്റെ ദീനിലേക്കുള്ള ക്ഷണം നമ്മിൽ നിന്നുണ്ടാവണം. ചില ആളുകൾക്ക് ഒരു തട്ടൽ മതിയാവും. പള്ളിയിൽ കാണുന്ന പുതിയ പുതിയ ആളുകൾ, അവരിലേക്ക് പോവുക, പരിചയപ്പെടുക. ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നമ്മൾ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മിൽ നിന്നൊരു ക്ഷണം ഉണ്ടായിരിക്കണം. എത്ര ആളുകൾ അവർക്ക് ഉസ്താദുമാരെ കുറിച്ച് അറിയില്ല, ക്ലാസ് നടക്കുന്നതായി അറിയില്ല. പക്ഷെ ഒരു സഹോദരൻ അവൻ ഇവനെ ക്ഷണിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഈ പാതയിലേക്ക് വന്ന എത്ര ആളുകൾ നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നമ്മൾ തന്നെ ഈ ആളുകളെ കുറിച്ചൊന്നും നമുക്ക് അറിവുണ്ടാവില്ല. നമ്മൾ ഉസ്താദുമാർ, അതല്ലെങ്കിൽ അത്തരത്തിൽ ക്ലാസ്സുകൾ നടക്കുന്ന, ഇതൊന്നും നമുക്കറിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മെ ഇവിടേക്ക് എത്തിച്ചത് ഏതോ ഒരു സഹോദരൻ്റെ ഒരൊറ്റ വിളിയാണ്. അതിൽ നാമും പങ്കാളികളാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ആളുകൾ നിങ്ങൾ നോക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ സുന്നത്തിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ നന്നായി വീക്ഷിക്കുന്നുണ്ട്. എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇതെന്ന സുന്നത്തുണ്ടായിരിക്കാം എന്ന് പല സാധാരണക്കാരും മനസ്സിലാക്കി ഒരു പക്ഷെ നമ്മളെ കണ്ടിട്ടായിരിക്കാം. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് സുന്നത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് റബ്ബിൻ്റെ ദീൻ പഠിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ക്ഷണിക്കുന്നവരായി മാറുക. അതിലൊരു പങ്ക് നമുക്കും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിൻ്റെ ദീനിനെ സഹായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദഅവത്ത് കൊണ്ട് ഒരുപാട് ആളുകളെ ഹിദായത്തിലേക്ക് ആക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اصلح لنا ديننا التي هو عصمة أمرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين.